നിങ്ങളുടെയൊക്കെ കയ്യിലാണെങ്കിലും വഴുതനയൊക്കെ പല ടൈപ്പ് വഴുതന ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലും ഉള്ളതിൽ ഒരു ടൈപ്പ് ആണ് ഈ വെള്ള വഴുതനയെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വെള്ള തന്നെ ഉണ്ട വഴുതനയുണ്ട്, ഇത് നീളമുള്ള ടൈപ്പാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിറച്ച് കായ്ക്കുകയും ചെയ്യും. ഒരുപാട് വലിപ്പമൊന്നും വെക്കില്ല, എങ്കിലും നിറച്ച് കായ്ക്കുകയും ചെയ്യും. അതുപോലെ ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യുകയും വീണ്ടും വീണ്ടും കായ്ക്കും. അതായത് നമ്മൾ വളങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുകയും അതുപോലെ പുഴുവിൻ്റെ ശല്യമോ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഇതിൽ നിന്ന് എന്താ പറയുക വിളവ് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്നോട് ഒരുപാട് പേര് ഇതിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ കൊടുത്ത് ബാക്കി വിത്ത് എത്തിയില്ല. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ ഇതുപോലെ പാകാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാകി ഇതുപോലെ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ നട്ടതാണ്. അപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് പൊതിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കുഞ്ഞു കുഞ്ഞു വളമൊക്കെ കൊടുത്തപ്പം ഇത് കണ്ട നല്ല രീതിയിൽ കായ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്നതാണ് പുഴുശല്യമേ. നമ്മൾ 1-2 ദിവസം ശ്രദ്ധിച്ചില്ല എങ്കിൽ പുഴു എന്താ പറയുക നമ്മുടെ ഇലയൊക്കെ തിന്ന്, അതായത് പുഴു കൂട് കൂട്ടി ഇലയൊക്കെ ചുരുണ്ട് നിൽക്കും. അതുപോലെ ഉറുമ്പ് കയറിയാലും ഇലയെല്ലാം അരിപ്പയാക്കി കളയുകയും ചെയ്യേ. അപ്പം നമ്മൾ അതിനൊക്കെ മുന്നേ നമ്മൾ ചെറിയ ചെറിയ എന്താണ് ജൈവ രീതിയിലുള്ള കീടനാശിനിയൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇലകളെയൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എന്താണ് പുഴുവൊന്നും തിന്നാതെയും ഉറുമ്പ് കയറാതെയൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുമേ. അപ്പം ഞാൻ ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു ജൈവ കീടനാശിനിയാണ്, വേറൊന്നും അല്ല കേട്ടോ. നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരവും, നമ്മുടെ പൊട്ടാഷ് അടങ്ങിയ നമ്മുടെ ചാരവും കൂടെ ഞാൻ 1 പിടി ചാരവും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ 1 ലിറ്റർ നമ്മുടെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുവേ. അപ്പം നമ്മുടെ വഴുതനയിലെ പൂ പൊഴിച്ചതിന് പോലും നല്ല ഒരു കീടനാശിനിയാണ് കേട്ടോ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും ചാരവും. അപ്പം നല്ല രീതിയിൽ ഇത് മിക്സാക്കി നമ്മളിതിൻ്റെ അതായത് ചാരത്തിനകത്തുള്ള കരിയോ പൊടിയോ ഒക്കെ കാണുമല്ലോ, അതൊക്കെ നമ്മളൊന്ന് അരിച്ചിട്ട്, അതായത് നമ്മൾ സ്പ്രേ ബോട്ടിലാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ഒന്ന് അരിച്ചതിന് ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നമ്മുടെ എന്താ പറയണ്ടേ വഴുതനയുടെ ഇലയിലും പൂവിലും കായയിലും ഒക്കെ നമുക്ക് തളിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇലയിലൊക്കെ തളിച്ചു കൊടുക്കുക. അതായത് ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്, അതുകൊണ്ട് ഒരു കെമിക്കലും ഇല്ല. പിന്നെ നമ്മുടെ ചാരവുമല്ലേ, അതായത് ഇതിൽ ഒരു കെമിക്കലും ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കായയിലും തളിച്ചു കൊടുക്കാം, പൂവയിലും തളിച്ചു കൊടുക്കാം, ഇലയിലും അതുപോലെ കുറച്ച് നമ്മൾ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചുവട്ടിൽ നിന്നുള്ള ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല, അതുപോലെ പുഴുവിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അഥവാ ഇനി നമ്മുടെ മുന്നെയൊക്കെ പുഴു കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള ഇലകൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടത് ഒന്നെങ്കിൽ തീയിലിട്ട് തന്നെ ചുട്ട് കളയണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അതിനെ നശിപ്പിച്ച് കളയണം കേട്ടോ. നമ്മൾ പറിച്ച് വേറെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ചെടിയിലൊക്കെ കയറി അത് നശിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ചെടിയൊക്കെ കുരുടിച്ച് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് വിളവും കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.